ഇറാനിൽ ആഭ്യന്തരമായ രാഷ്ട്രീയ അട്ടിമറിയും ഭരണ പ്രതിസന്ധി രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ ഭരണകൂടം സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറും തമ്മിലുള്ള പോരാട്ടം ഇറാനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യുദ്ധം പ്രതിസന്ധിക്കിടയിൽ രാജ്യത്തിന്റെ ഭരണപരമായ ഏകോപനം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. നിലവിൽ രാജ്യത്തിന്റെ പ്രധാന ഭരണ നിയന്ത്രണങ്ങളെല്ലാം IRGC ഏറ്റെടുത്തതായും പ്രസിഡന്റിനെ വെറുമൊരു കാഴ്ചക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ മുൻനിർത്തി നിർണായകമായ എല്ലാ തീരുമാനങ്ങളും സൈനിക കൗൺസിൽ നേരിട്ടാണ് കൈക്കൊള്ളുന്നത്. നേരിട്ട് കൈക്കൊള്ളുന്ന വഴിയാണ് പ്രസിഡന്റിനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് IRGS ആ പദവി അങ്ങ് ഏറ്റെടുത്തത്. പ്രസിഡൻഷ്യൽ നിയമനങ്ങളും തീരുമാനങ്ങളും IRGC തടയുകയും അധികാര നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തതാണ് റിപ്പോർട്ട്. ഇതോടെ ഭരണകൂടം കാര്യനിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹുസൈൻ തെഹ്ഗാൻ ഉൾപ്പെടെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും IRGC നിരസിച്ചു. യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർണായകവും സെൻസിറ്റീവുമായ എല്ലാ നേതൃത്വ സ്ഥാനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ IRGC നേരിട്ട് നടത്തുമെന്നും കൈകാര്യം ചെയ്യുകയും വേണമെന്നും വാഹിദി നിർബന്ധം പിടിച്ചതായും റിപ്പോർട്ടുണ്ട്. യുദ്ധം അവസാനിക്കുന്നതുവരെ തന്ത്രപ്രധാനമായ എല്ലാ തസ്തികകളിലേക്കുമുള്ള നിയമനങ്ങൾ IRGC നേരിട്ട് നടത്തുമെന്ന കർശന നിലപാടിലാണ് സൈനിക നേതൃത്വം. ഇറാനിലെ രാഷ്ട്രീയ കീഴ്വഴക്കം അനുസരിച്ച് രഹസ്യാന്വേഷണ മന്ത്രിമാരെ പരമോന്നത നേതാവിന്റെ അംഗീകാരത്തോടെയാണ് പ്രസിഡന്റ് നിശ്ചയിക്കാറുള്ളത്. എന്നാൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനെ തള്ളി IRGCക്ക് അധികാരം പിടിച്ചെടുക്കാൻ എളുപ്പ വഴിയൊരുക്കി. പരമോന്നത നേതാവ് മുജ്തബ ഖമനേയെ IRGC ഒരു സുരക്ഷാ വലയത്തിനുള്ളിലാക്കി ഇരിക്കുകയാണെന്നാണ് വിവരം. രാജ്യത്തെ യഥാർത്ഥ സാഹചര്യങ്ങൾ വിവരിക്കുന്ന സർക്കാർ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് സൈന്യം തടയുന്നു. മുജ്തബയുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് പെസഷ്കിയാൻ നടത്തിയ നിരവധി ശ്രമങ്ങൾ IRGC ഉദ്യോഗസ്ഥർ നിരസിച്ചു. മുജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അദ്ദേഹം എവിടെയാണ് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ആർക്കും തന്നെ അറിവില്ല. മുതിർന്ന IRGC ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സൈനിക കൗൺസിലാണ് ഇപ്പോൾ ഇറാനിലെ ദൈനംദിന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അടക്കം തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളും സൈന്യത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി കഴിഞ്ഞു. എന്തായാലും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ അട്ടിമറിയായി മാറിയിരിക്കുന്നത്. ഇറാനിലെ അധികാര കേന്ദ്രങ്ങളിൽ ഭൂതപൂർവമായ ആഭ്യന്തര കലഹങ്ങളാണ് നടക്കുന്നത്. മുജ്തബ ഖമനേയിയുടെ പിൻഗാമിയാകാനുള്ള നീക്കങ്ങളെ ശക്തമായി എതിർത്ത അലി അഗസർ ഹിജാസിയെ പുറത്താക്കാൻ സൈന്യത്തിനുള്ള ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. മുജ്തബയ്ക്ക് ഭരണാധികാരിയാകാനുള്ള യോഗ്യതയില്ല എന്നും കുടുംബവാഴ്ച ഇറാന്റെ തത്വങ്ങൾക്ക് നിരപ്പാകില്ല എന്നും ഹിജാസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുജ്തബ അധികാരത്തിലെത്തുന്നത് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും IRGCക്ക് കൈമാറാൻ ഇടയാക്കുമെന്നും അദ്ദേഹം വിദഗ്ധ സഭയെ ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിജാസിയെ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനിലെ മിതവാദികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇറാനിൽ അധികാരം ആരുടെ കയ്യിലാണ് എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. മിതവാദി നേതാവായ പെസഷ്കിയാൻ ഭരണപരമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കടക്കമുള്ള എണ്ണ നീക്ക പാതകൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതോടുകൂടി ആഗോള വിപണിയിലും ഇതിന്റെ ആഘാതം പ്രകടമാണ്. സൈനിക നേതൃത്വവും സിവിലിയൻ ഭരണകൂടവും തമ്മിലുള്ള ഈ അധികാര വടംവലി ഇറാനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായി സൈനിക ഭരണത്തിലേക്കോ നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വരും ദിവസങ്ങളിൽ മുജ്തബ ഖമനേയിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതോടുകൂടി മാത്രമേ ഇറാന്റെ രാഷ്ട്രീയ ഭാവിയിൽ കൂടുതൽ ശ്രദ്ധ കൈവരുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ അതേസമയം മുജ്തബ ഖമനേയി നിലവിലിപ്പോൾ ഉള്ളത് റഷ്യയിലാണ് എന്നും റഷ്യയിലെ ഒരു ബങ്കറിനകത്താണ് എന്നുമുള്ള വിവരങ്ങളും ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. റഷ്യ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സേവനവും നൽകി വരികയാണെന്നും മുജ്തബ ഖമനേയിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ നടത്തുന്നതും റഷ്യയാണെന്നുമാണ് ഇപ്പോൾ നിലവിലെ വിവരം പുറത്തു വരുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുജ്തബ ഖമനേയിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നും എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ജീവഹാനി പോലും അടക്കമുള്ളവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുജ്തബ ഖമനേയിയെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളിന് മുന്നേ തന്നെ മുജ്തബ ഖമനേയി മരിച്ചുപോയതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു.
എന്നാൽ ഇതിനെ പൂർണ്ണമായി പിന്നിട്ടുകൊണ്ട് മുസ്തഫ ഖമനയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്നും, എന്നാൽ മുസ്തഫ ഇപ്പോൾ ഇറാനിലില്ല എന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും റഷ്യയിലെ ഒരു ബങ്കറിനകത്ത് സുരക്ഷിതമായി തന്നെ കഴിയുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു ഉള്ളത്.